ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫസ്റ്റ് നമ്മളൊക്കെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആര്യങ്കാവിൽ പൂരം കാണാൻ പോകണം കേട്ടോ. അപ്പോൾ പൂരം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മളിന്ന് തൊഴുതിട്ട് വരാമെന്ന് കരുതി പോകണം കേട്ടോ. അപ്പോൾ എല്ലാവരും പോകുന്നുള്ളൂ, നമുക്കൊന്ന് പോയി തൊഴുതിട്ട് വരാം. കഴിഞ്ഞോല്ല എനിക്ക് വരാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഡ്യൂട്ടിയുടെ തിരക്കുണ്ട്. പക്ഷേ ഇത്തവണ ഡേ കഴിഞ്ഞിട്ട് ഞാൻ ഓടി വന്നിരിക്കുന്നുണ്ട് പൂരം കാണാനായിട്ട്. ആകാശവാണി മണ്ണക്കറിൽ വെക്കണല്ലേ. ഇവിടെ ആകാശവാണി, ഇവിടെ അങ്ങേയറ്റത്ത് നിങ്ങൾ ആരെയും കിണറിന്റെ ഞാൻ കുഞ്ഞില് കണ്ടിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് തല ഇറങ്ങുന്നത് കാണുമ്പോ. നിന്നെ കാണിച്ചു വെച്ച് എനിക്ക് വെച്ച് കാണുമ്പോഴേ തല ഇറങ്ങും. കാണാൻ അത്രയ്ക്ക് കൊതിയുള്ളവർ മാത്രം പോയി കാണാൻ. അവിടെ പാർക്കിലും ഉണ്ട്, വണ്ടിയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്, സ്ഥലമുണ്ട്. ആ നടപ്പന്തലാട്ടോ സിനിമയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പുറത്തുണ്ടോ ഫുള്ള് ലൈറ്റ് അടിങ്ങി നല്ല ഡ്രസ്സോടെ ഫോട്ടോ എടുത്ത് സൗമ്യ ചേച്ചിയൊക്കെ എടുത്തിരുന്നു. എന്താ ഫോൺ അടിച്ച് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ആ നടപ്പന്തലൊക്കെ പോയി കുറേ നേരം നടന്നിട്ടോ. അടിപൊളിയായിട്ട് കാണാൻ നല്ലൊരു വൈബാണ്. പിന്നെന്താ പറയുക, ഞങ്ങൾ അവിടെ കൂടെ നടന്നു. പിന്നെ നേരെ അമ്പലത്തിനുള്ളിൽ കയറി കേട്ടോ. അമ്പലത്തിനുള്ളിൽ കയറി തൊഴുത് ഇറങ്ങി. ഇനി നല്ലതാപ്പുറത്ത് എന്താ ഗാനമേളയോ മ്യൂസിക് ബാൻഡ് എന്താ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥലത്തേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. சென்னையை தூக்கிட்டு வந்து நிப்பேன். அப்ப தம்பி ஆரம்பிக்கலாமா? கண்டிப்பா. ஓகே. നമസ്കാരം. ഞാനും ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. പത്തംകുളത്താണ് എൻ്റെ വീട്. ഒരുപാട് സന്തോഷം സ്വന്തം നാട്ടിൽ പാടാൻ കഴിയുന്നതിൽ നിങ്ങളുടെയൊക്കെ മുന്നിൽ. സോ നിങ്ങൾക്കായിട്ട് നല്ലൊരു മെന്റ്.
നല്ലൊരു ഡാൻസ് നമ്പറായിട്ട് രഞ്ജിത്തും നിമിഷം ഇതാ വരാൻ പോകണം. ഓക്കെ ശരി ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ സിയാദിൻ്റെ അതുപോലെ സർവീസിൻ്റെയൊക്കെ ഒരു വെറൈറ്റി പെർഫോമൻസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് വിജയ് ഫാൻസ് ഉണ്ടാവുള്ളൂ. വിജയ് ഫാൻസ് ഉണ്ട് എവിടെ? ഓക്കെ, വിജയ് ഫാൻസിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ? നിങ്ങൾ കൈയടിക്കോ? ഡാൻസ് ഒക്കെ കളിക്കുമോ? ഓക്കെ, താങ്ക് യു. അങ്ങനെ കുറച്ച് നേരം മ്യൂസിക് ബാൻഡ് കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ മാറി കേട്ടോ. കാണാനെല്ലാം കുറേ എന്താ പറയുക, നല്ല ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ അമ്പലത്തിൽ എത്തുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. പോകാനേ തോന്നില്ല, അവിടെ നടക്കാൻ തോന്നില്ല. അപ്പോൾ ഞങ്ങൾ മെല്ലെ നടന്നില്ല റോഡിലുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ട് അപ്പോഴേക്ക് പോകുമ്പോഴും നല്ല അടിപൊളി കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ നിറച്ചിങ്ങനെ കണക്കുന്ന പോകുന്നത് അതൊക്കെ കണ്ട് ആസ്വദിച്ച് മെല്ലെ പോകുന്നത്. പോകുന്നതിന് ശേഷം എന്താ അവിടെ മരണക്കിണറിനടുത്ത് പിന്നെ ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്നത് നമുക്ക് മരണക്കിണർ കാണണം. എനിക്കെന്തോ ഇതൊരു വല്ലാത്തൊരു പേടിയാണോ എന്ന് വെച്ചാൽ പേടിയല്ല, എന്നാണ്ടോ എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ അത് ആ ഒരു 3 പേരിലേക്ക് ഒരാകാശ് എന്താ പറയുക മരണക്കിണറായിട്ട് കയറിയിട്ട് അപ്പോൾ ഞാൻ അവിടെ പോസ്റ്റ് ആയിട്ട് ഞാൻ ചുറ്റും അവിടെ കണ്ടത് മുഴുവൻ കണ്ടു. അവിടെ കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം കണ്ട് നമ്മളത് കുറേ നേരം അവർ വരുന്നവർ ഇപ്പോഴാണ് ഇപ്പോഴങ്ങനെ അവർ ഇതൊക്കെ കണ്ടിട്ട് മെല്ലെ ഇറങ്ങി വരുന്നുണ്ട്. കുഞ്ഞയുടെ മുഖത്ത് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ അടുത്തൊന്നും വന്നപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ അവനുണ്ടായിരുന്നു കേട്ടോ. ആരെങ്കിലും നമുക്ക് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എത്തിയിട്ട് ഭയങ്കര വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. 3-4 വരുന്നത് ഞാൻ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടോ മനസ്സിലായി കേട്ടോ. പേടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ബൈക്കുമായിട്ട് അയാൾ താഴെ വന്നിട്ട് തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല എന്താണ് ചോദിച്ചത് കാണാനുള്ള കൊതി തീർന്നു കുഞ്ഞായി കാണാനുള്ള കൊതി എങ്ങനെയുണ്ടായിരുന്നു? മരണക്കിണർ ആദ്യമായിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ചെറിയ കണ്ടവർ വീണ്ടും ആഗ്രഹിക്കുന്ന പ്രവേശനമാണ്. അഭ്യാസം കണ്ട അഭ്യാസം പ്രകടനങ്ങൾ ഇതിപ്പത്തോടെ രൂപ 3 മുറങ്ങൾ 100 രൂപ, വലിയ ബക്കറ്റ് 100 രൂപ, മൂടിയുള്ള ബക്കറ്റ് 150 രൂപ, വലിയ ലോണ്ടറി കൊട്ട 200 രൂപ, ചെറിയ ലോണ്ടറി കൊട്ട 100 രൂപ. ഏതെടുത്ത
അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഞങ്ങൾ നേരെ വന്നത് ഐസ്ക്രീം എടുത്ത് കണ്ടോ. എവിടെ പോയാലും ഒരു ഐസ്ക്രീം അത് മസ്റ്റാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം മാനില ഫ്ലേവറുണ്ടോ. ഞാനും ചെയ്യും അപ്പൂസ് മാനില വാങ്ങി, കുഞ്ഞായി ഒരു ചോക്ലേറ്റും വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ തിന്ന് ഇനി മെല്ലെ ഇവിടെ നിന്ന് സ്കൂട്ടാവണം. അപ്പോൾ ഇതാ കണിക്കൊന്ന കണ്ടിട്ട് എനിക്ക് ഒത്തിരി പുതിയതായിട്ട് നിറച്ച് പൂവാണ്. എന്താ പറയുക, പുതി വന്നിട്ട് പറിച്ചുകൊണ്ട് പോകാനായിട്ട്. പക്ഷേ എന്താ നല്ല രസമാണല്ലേ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നതിന് ശേഷം ഇനി മെല്ലെ ഞങ്ങൾ പോവാണ് കേട്ടോ. സ്റ്റിയറിംഗ് കൈമാറിക്കച്ച. സ്റ്റിയറിംഗ് കൈമാറി ഞാനിങ്ങനെ സ്റ്റിയറിംഗ് എടുക്കുന്നത്. സ്റ്റിയറിംഗ് എടുക്കും. എങ്ങോട്ട് എടുക്കും? തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമെന്നാണ് ഞാൻ സ്റ്റിയറിംഗ് എടുക്കും. എങ്ങോട്ട് എടുക്കും? ഇതാ ഒരിക്കലും എടുക്കൂല, നീ നോക്കിക്കും. അപ്പൊ അതാ അങ്ങനെ നമ്മള് ആര്യങ്കാവിലെ അമ്മേനെയൊക്കെ തൊഴുത് പൂവൊക്കെ കൂടി നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചെറിയൊരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യും വേണം. അപ്പൊ അടുത്ത നല്ലൊരു കിട്ടില്ല വീഡിയോയുമായി നമ്മൾ വീണ്ടും ബൈ ബൈ.